ത്രില്ലറാണോ? ത്രില്ലറാണ്. നമ്മൾ എന്താ പറയാ ഫസ്റ്റ് മുതലേ ഒരു ത്രില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ത്രില്ലായിട്ട് പോകുന്നുണ്ട്. അല്ലല്ല നീ വന്നോളും. അത് തോൽപോലെ തിരക്കായതാണ്. നീ വന്നോളൂ. നല്ല പടം. കുഴപ്പമില്ല, നല്ലൊരു മൂവിയാണ്. ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റമാണ് അതിൽ മെയിൻ. ഇതുവരെ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. സിനിമ എങ്ങനെയുണ്ട്? സിനിമ ആവറേജ് ആണല്ലേ? ആവറേജ് പടം. നമ്മള് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അത്രയൊന്നുമില്ല. ആസിഫലി ബിജുമൻ കോംബോ നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു ലാഗ് വേണ്ടി. എന്നാലും ഒരു ആവറേജ് പടം. നോർമൽ ജിസ്റ്റോയുടെ പടം എങ്ങനെയാണോ അതുപോലെ പടം. നമ്മൾ ഒരുപാട് മാസം ഒന്നും പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ എങ്ങനെയുണ്ട്? കോംബോ ആസിഫലി ബിജുമൻ നന്നായിട്ടുണ്ട്. എന്താണ് പറയാനുള്ള സിനിമയെ കുറിച്ച്? ജിസ്റ്റോന്റെ ഒരു വെറൈറ്റി ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ എന്നാലും നന്നായിട്ടുണ്ട്. സ്ഥിരം ടെംപ്ലേറ്റുകളുടെ ത്രില്ലറാണോ? ഒരു റിയലിസ്റ്റിക് അറ്റംപ്റ്റ് ആണ് പിടിച്ചിരിക്കുന്നത്. ജിസ്റ്റോ എപ്പോഴും ഒരു ഫീൽ കൂട്ടുന്നു മാറി നല്ലൊരു അറ്റംപ്റ്റ് പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. നല്ല സിനിമ. ആസിഫലി കോംബോ എങ്ങനെയുണ്ട്? സിനിമ ഉണ്ട്. ആവറേജ് പടം. വിചാരിച്ചത്ര നല്ലതൊന്നല്ല, ഒരു ആവറേജ് പടം. ബിജുമൻ ആസിഫലി കോംബോ അത് കോംബോ അടിപൊളിയായിരുന്നു. പക്ഷേ സ്റ്റോറി എങ്ങനെയാണ്? ഇൻട്രസ്റ്റിംഗ് അല്ല? ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് വല്ല ട്വിസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് ഒന്നും അത്ര ഇൻവെസ്റ്റിഗേഷൻ പടം. നമ്മൾ മാസ് പ്രതീക്ഷിച്ച് പോകണ്ട. മാസ് പ്രതീക്ഷിച്ചിട്ട് ട്രെയിലറൊക്കെ കണ്ട് മാസ് പ്രതീക്ഷിച്ച് പോയാൽ നല്ല ഡെസ്പായിരിക്കും. നമ്മൾ അത്ര അതൊന്നുമില്ല. വലിയ ഹൈപ്പ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല, ഡീസന്റ് ത്രില്ലറാണോ? മൂവിയാണ്. വലിയ കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. വലിയ പ്രശ്നമൊന്നും. സ്റ്റോറി നന്നായിട്ടുണ്ട്. പിന്നെ ആഷിഫ് അലിന്റെയും ബിജുമനാന്റെയും കുഴപ്പമില്ല, നല്ല മൂവിയാണ്.